അപ്പോൾ അങ്ങനെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു ഭൂമിക്കടിയിൽ നിന്ന്. നമസ്കാരം. നമ്മളപ്പം ഐസ്ലാൻഡിലെ മറ്റൊരു ജിയോ തെർമൽ ആക്ടിവിറ്റി നടക്കുന്ന സ്പോട്ടിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു ഭൂമിക്കടിയിൽ നിന്ന് ഇങ്ങനെ സ്മോക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് ആ കല്ലിൻ്റെ അടിയിൽ നിന്നാണ് ഇങ്ങനെ സ്മോക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ ഫുള്ള് വെള്ളമാണ്. അത് വെള്ളത്തിനടിയിൽ നിന്നാണ് സ്മോക്ക് വന്നുകൊണ്ടിരുന്നത്. വെള്ളം എന്ന് പറയുമ്പോൾ സൾഫർ തിളച്ചു മറിയുന്ന ആ ഒരു വാട്ടറാണ്. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വന്നു പോകുന്നൊരു പ്ലേസാണ്. ഇപ്പം അങ്ങ് ദൂരെ വേറെ ഒരു സ്പോട്ട് കൂടെ ഉണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇവിടുത്തെ ടെറൈനൊക്കെ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ട് ചന്ദ്രനിലെ പോലെയാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഭയങ്കര റോക്സും അതുപോലെ കുണ്ടും കുഴിയും ഒക്കെ മിക്സായിട്ട് കിടക്കുന്നൊരു പ്ലേസാണ്. സൾഫറിൻ്റെ സ്മെല്ല് നല്ല രീതിയിൽ തന്നെ ഉണ്ട് ഇവിടെ. സൾഫറിൻ്റെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ് ഇവിടെ ഇതിങ്ങനെ എപ്പോഴും ആക്റ്റീവായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വേറൊരു വോൾക്കാനും ഉണ്ട്, ആക്റ്റീവായിട്ടൊരു വോൾക്കാനും ഉണ്ട്. അതെപ്പോൾ എറപ്റ്റ് ചെയ്യും എന്ന് ആർക്കും അറിയില്ല. ഓക്കെ, നമ്മളപ്പോൾ അങ്ങനെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നല്ല പ്രശ്നമുള്ള സൗണ്ടിലുമാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെയുള്ള സ്മോക്കുണ്ട് ഇവിടെ. അതിനൊരു സ്മെല്ലും ഉണ്ട്. ആ സൾഫറിൻ്റെ സ്മെല്ല് വരാത്തുണ്ട്. ഓക്കെ, ബാക്ക് സൈഡിലോട്ടൊന്ന് പോയി നോക്കാം എന്താ അവസ്ഥ. ഓക്കെ, ഇവിടെ പോയി കഴിഞ്ഞാൽ കാണാം അതിൻ്റെ ആ ഒരു. ഓക്കെ, നമ്മളപ്പോൾ അതിനകത്തോടെ ഒന്ന് പാസ് ചെയ്ത് പോവുകയാണ്. ഒന്നും കാണുന്നില്ല, ഫുള്ള് സ്മെല്ല്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ. ബാക്കി ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കാണാം കിലോമീറ്റർ കണക്കിനപ്പുറം നമുക്ക് കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ വോൾക്കാനം എന്ന് പറയുന്നത് ആ കാണുന്നതാണ്. ഞാൻ സൂം ചെയ്ത് കാണിക്കാം. അതെ, അവിടാണ് ആ വോൾക്കാനം ഉള്ളത്. അപ്പം അത് ഏത് സമയത്തും എറക്റ്റ് ആവും, അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് ശേഷമേ അതുണ്ടാവുള്ളൂ എന്നും വിശ്വസിക്കുന്നവരാണ് ഇവിടെ. അപ്പോൾ ഇവിടെ താഴോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഇവിടെ എല്ലാം ഭൂമിക്കടിയിൽ നിന്ന് ഇങ്ങനെ ഈ സ്റ്റീം വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഐസ്ലാൻഡിലെ അടുത്ത കാഴ്ചയിലോട്ട് അടുത്ത വീഡിയോ കാണാം.